സാമ്പത്തിക ചർച്ചകളിൽ എക്കാലത്തും നിറഞ്ഞു നിൽക്കുന്ന ഒരു പ്രധാന വിഷയമാണ് കേരളത്തിന്റെ പൊതുകടം. സംസ്ഥാനത്തെക്കുറിച്ചുള്ള ഏറ്റവും വലിയ തെറ്റിദ്ധാരണകളിലൊന്നും കേരളം ഒരു വലിയ കടക്കണിയിലേക്ക് കൂപ്പുകുത്തുകയാണെന്നതാണ്. ഈ ചോദ്യമാണ് ഇപ്പോൾ നിരന്തരം കേൾക്കുന്നതും. പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശനാണ് കേരളത്തിന്റെ പെരുകുന്ന കടബാധ്യത വീണ്ടും ചർച്ചയാക്കിയത്. പ്രതിപക്ഷ നേതാവിന് മറുപടിയുമായി മുഖ്യമന്ത്രിയും ധനമന്ത്രിയും രംഗത്ത് വരികയും ചെയ്തിരുന്നു. ഇനി നമുക്ക് കേരളത്തിന്റെ കടബാധ്യതയുടെ വസ്തുതകളും കണക്കുകളും വിശദമായി ഒന്ന് പരിശോധിക്കാം. കടമില്ലാത്ത ഏത് സർക്കാരാണ് ലോകത്തുള്ളത്? ലോകത്തെ ഏറ്റവും വലിയ സാമ്പത്തിക ശക്തിയായ അമേരിക്കയുടെ പൊതുകടം 36 ട്രില്യൺ ഡോളറാണ്. അതായത് 3004 ലക്ഷം കോടി. 13.7 ട്രില്യൺ ഡോളറാണ് ചൈനയുടെ പൊതുകടം. അതായത് 1137 കോടി രൂപ. ശ്രദ്ധിക്കണം, 183.67 ലക്ഷം കോടിയാണ് ഇന്ത്യൻ സർക്കാരിന്റെ കടം. അതിൽ 5.75 ലക്ഷം വിദേശ കടമാണ്. ചുരുക്കത്തിൽ കടം ഒരു പ്രശ്നമല്ല. പ്രശ്നം എന്തിന് കടമെടുക്കുന്നു, എവിടെ നിന്ന് കടമെടുക്കുന്നു, എങ്ങനെ എടുക്കുന്നു, എടുക്കുന്ന കടം തിരിച്ചടയ്ക്കാനുള്ള ശേഷിയുണ്ടോ തുടങ്ങിയ കാര്യങ്ങളിലാണ്. സംസ്ഥാന സർക്കാരിന്റെ ബജറ്റ് കണക്കുകൾ സൂക്ഷ്മമായി പരിശോധിച്ചാൽ കേരളം കടക്കണിയിൽ ആണെന്ന വാദങ്ങളിൽ യാതൊരു കഴമ്പുമില്ലെന്ന് മനസ്സിലാക്കാം. കോവിഡ് മഹാമാരി ഏൽപ്പിച്ച വലിയ സാമ്പത്തിക ആഘാതത്തിനു ശേഷം സംസ്ഥാനത്തിന്റെ കടബാധ്യത ഇപ്പോൾ പൂർണ്ണമായും സ്ഥിരത കൈവരിച്ചിട്ടുണ്ട്. വായ്പ എടുക്കുന്ന പണം മുഴുവൻ ദൈനംദിന ചെലവുകൾക്കും സർക്കാരിന്റെ ഉപഭോഗത്തിനും മാത്രമായി ഉപയോഗിക്കുന്നു എന്നതും അടിസ്ഥാനരഹിതമായ ആരോപണമാണ്. നേരെ മറിച്ച് LDF സർക്കാർ വായ്പാ തുകയുടെ വലിയൊരു ശതമാനം അടിസ്ഥാന സൗകര്യ വികസനം പോലുള്ള മൂലധന ആസ്തികളുടെ നിർമ്മാണത്തിനായാണ് കൂടുതലും വിനിയോഗിക്കുന്നത്. വളരെ മികച്ചതും സന്തുലിതവുമായ ഒരു സാമ്പത്തിക അടിത്തറ കേരളത്തിനുണ്ട്. അതിനാൽ തന്നെ കേരളം കടക്കണിയിലാണെന്ന നിരന്തരമുള്ള പ്രചാരണങ്ങളെ യാഥാർത്ഥ്യബോധത്തോടെയും സാമ്പത്തിക ശാസ്ത്രത്തിന്റെ പിൻബലത്തോടെയും പൊളിച്ചെഴുതേണ്ടതുണ്ട്. ഇനി കേരളത്തിന്റെ കണക്കുകൾ എന്താണ് പറയുന്നത്? 2023-24 കേരളത്തിന്റെ മൊത്തം ആഭ്യന്തര ഉൽപാദനം 9.3% വളർച്ച നേടി. അതേസമയം കടത്തിന്മേലുള്ള പലിശ നിരക്ക് വെറും 7.16% മാത്രമായിരുന്നു. അതായത് വായ്പയുടെ പലിശയേക്കാൾ 2% വേഗത്തിൽ നമ്മുടെ സമ്പദ് വ്യവസ്ഥ വളരുന്നുണ്ട്. അതിനാൽ തന്നെ ഇത് കടക്കണിയല്ല, മറിച്ച് സാമ്പത്തിക സുസ്ഥിരതയുടെ വ്യക്തമായ ലക്ഷണമാണ്. യഥാർത്ഥ കടക്കണി ഒരിക്കലും തനിയെ പരിഹരിക്കപ്പെടില്ല. എന്നാൽ കേരള സർക്കാരിന്റെ മികച്ച ധനമാനേജ്മെന്റിന്റെ ഫലമായി സംസ്ഥാനത്തിന്റെ സാമ്പത്തിക സ്ഥിതി മെച്ചപ്പെടുകയാണ് ഉണ്ടായത്. പൊതുകടത്തിൽ മാർക്കറ്റിൽ നിന്നുള്ള വായ്പകൾ, കേന്ദ്ര സർക്കാരിൽ നിന്നുള്ള വായ്പകൾ, ധനകാര്യ സ്ഥാപനങ്ങളിൽ നിന്നുള്ള വായ്പകൾ എന്നിവയും ഉൾപ്പെടുന്നുണ്ട്. മൂലധന വിപണിയിൽ നിന്നും മറ്റും സർക്കാർ ഔദ്യോഗികമായി എടുക്കുന്ന വായ്പകളാണിത്. 2024-25 കേരളത്തിന്റെ പൊതുകടം 3,10,16 കോടി രൂപയാണ്. ഇത് സംസ്ഥാനത്തിന്റെ GSPയുടെ 24.83% മാത്രമാണ്. സാധാരണ ഓരോ 5 വർഷത്തിലും കേരളത്തിന്റെ കടം ഇരട്ടിയാകുന്ന ഒരു പ്രവണതയുണ്ടായിരുന്നു. മുൻകാലങ്ങളിൽ ഇത് ശരിയായിരുന്നെങ്കിലും കടത്തിന്റെ വളർച്ചാ നിരക്ക് ഇപ്പോൾ ഗണ്യമായി കുറഞ്ഞുകൊണ്ടിരിക്കുകയാണെന്ന ഏറ്റവും പ്രധാനപ്പെട്ട പുതിയ പ്രവണത പലരും സൗകര്യപൂർവ്വം മറക്കുകയാണ്. ആരോഗ്യം, വിദ്യാഭ്യാസം, സാമൂഹിക സുരക്ഷ എന്നിവയിലുള്ള കേരളത്തിന്റെ നിക്ഷേപങ്ങളാണ് നമ്മുടെ കരുത്ത്. അതിന് ചെലവുകളുമുണ്ട്. എന്നാൽ മികച്ച ജീവിത നിലവാരവും ഉൽപാദനക്ഷമതയും GSP വളർച്ചയും അത് തിരികെ ലഭിക്കുന്നുമുണ്ട്. കേരളത്തിന്റെ സാമ്പത്തിക തകർച്ചയെക്കുറിച്ചുള്ള കഥകൾ കേവലം രാഷ്ട്രീയ പ്രേരിതമാണെന്ന് തന്നെ പറയാം.